ദീന് എന്താണ്? ദീനിന് അതിനെ പുനരുദ്ധീകരിക്കുന്ന പ്രോസസ്സിങ് നടക്കണം. അത് ചെറിയ ആളുകൾ ചെറിയ സ്ഥലത്ത് ചെയ്യും. പിന്നെ ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു പക്ഷേ വളാഞ്ചേരിക്കാരെ ഭാഗത്തേക്ക് ഒരു അത്തിപ്പറ്റ ഇനി വരണമെങ്കിൽ ഇനി 100 കൊല്ലം കഴിയേണ്ടി വരും. ചിലപ്പോൾ ഇനി കിയാമത്ത് നാൾ വരെ അങ്ങനത്തെ ഒരാൾ വന്നോളൊന്നുമില്ല. മര്യാദക്ക് തുണിയും കുപ്പായം അലക്കാത്തൊരു മനുഷ്യനുണ്ടായിരുന്നു ഇവിടെ കീഴ്ശേരിൻ്റെ ഉൾഭാഗത്ത്. എന്തേ ഇല്ലേ പറയട ചങ്ങായിമാരെ, ഈ മനുഷ്യൻ ബിരുദധാരിയാണോ? ആണോ? ഏതെങ്കിലും 40 ചേർന്ന മൂല്യരാണോ? അതുമല്ല. എല്ലാവരും അങ്ങനെയല്ലേ വാങ്ങിയിരുന്നത്. എന്തുകൊണ്ട് ആ മനുഷ്യന് ദീനുണ്ടായിരുന്നു. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായി. അപ്പം ദീന് പറഞ്ഞാൽ എന്താ? അത് ഹക്കാണ്. അതിനപ്പുറത്തേക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്യൂല. ഒരാൾക്കൊരെ ചതിക്കാനും കഴിയൂല. ഓല് മുഖ്യമന്ത്രി ആരാന്ന് തീരുമാനിക്കണം കമ്മിറ്റിയിലല്ല ഉണ്ടാകുക. പടച്ചോൻ ആരാന്ന് തീരുമാനിക്കാൻ കമ്മിറ്റിയില്ല ഉണ്ടാകുക. സ്ഥാനാർത്ഥിയുടെ കൂടെ ജയിച്ച സ്ഥാനാർത്ഥി കൂടെ പോയ വ്യക്തി എന്നോട് പറഞ്ഞു, സ്ഥാനാർത്ഥിക്ക് വലിയൊരു പൂജയായിരുന്നു മൂല്യരോടൊന്ന് വർത്താനം പറഞ്ഞ് നിൽക്കുന്നത്. മൂല്യർ അവിടെ എന്താ പറയാ, കുളപ്പുറം, എന്താ പറയാ, കുളപ്പുറം അല്ല, എന്തായാലും പറയാ, ആ അങ്ങാടിക്ക് എന്താ അവിടേക്ക് ഒരു പേര്, മുണ്ടക്കുളമൊന്നും അല്ല അങ്ങായി. അവിടെ ആ കീഴ്ശേരി നിന്നാണ് പോയിട്ട് മഞ്ചേരി എത്തുന്നതിന് മുമ്പ് ചെറുപ്പച്ചി കഴിഞ്ഞിട്ട് നീ പറഞ്ഞൂടി. പൂക്കോളത്തൂര് അങ്ങായി. ആ പൂക്കോളത്തൂര് അങ്ങാടിയിലുണ്ടാവും. അപ്പോൾ അവിടെ കുറച്ചേരം അവിടെ കുത്തിരിക്കും രാവിലെ. അപ്പോൾ ഈ സ്ഥാനാർത്ഥിക്കൊരു പൂതിൻ്റെ എന്ത്, സ്ഥാനാർത്ഥി അന്ന് ഈ മൊബൈലൊന്നും ഇറങ്ങാത്ത കാലത്ത് സ്ഥാനാർത്ഥിക്കൊരു പൂതിൻ്റെ എന്ത്, മൂല്യർക്കാക്കാൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, ഒരു ഫോട്ടോ എടുക്കുക. അതൊരു മൂല്യ വിശ്വാസമുള്ള ആളാണ്, സുന്യായ സ്ഥാനാർത്ഥിയാട്ടോ, സുന്യാണ്. അപ്പോൾ വന്നു. അങ്ങനെ മൂല്യരെ റോട്ടുമെന്ന് കണ്ടു. റോട്ടുമെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു, സ്ഥാനാർത്ഥി മൂല്യർക്കാക്കി സംസാരിക്കുകയാണ് 1 മിനിറ്റോ 2 മിനിറ്റോ. അപ്പം മറ്റോന് വേഗം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഫോട്ടോ എടുക്കണമെന്ന്. ഫോട്ടോ എടുക്കുന്നതിനിടയിൽ മൂല്യർ ഇന്നിങ്ങനെ നോക്കി, എടുക്കണമെന്നൊന്നും പറഞ്ഞില്ല, ഒന്നിങ്ങനെ നോക്കി പോയി. ഇവര് കിട്ടുകയും ചെയ്തു, ഫോട്ടോ കിട്ടിയല്ലോ. പോയി മഞ്ചേരി പോയി, ഓഫീസിൽ പോയി, സ്റ്റുഡിയോ കയറി, റീല് കഴുകി വലിയ സന്തോഷത്തിൽ മൂല്യരൊപ്പം ഫോട്ടോ ഫ്രെയിമാക്കി അങ്ങ് ചെയ്യാലോ. അന്നെടുത്ത ഒരൊറ്റ ഫോട്ടോ അല്ല. ഈ സ്ഥാനാർത്ഥിയും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഒപ്പം പോയ ആളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ആ ഒപ്പം പോയ ആൾ ഇന്നും അത് പറയാൻ തയ്യാറുമാണ്. സ്ഥാനാർത്ഥിനായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഇതൊപ്പം പോയ ആൾ, ഒപ്പം സ്ഥാനാർത്ഥിയുടെ സെക്രട്ടറി എന്നോട് പറഞ്ഞ അന്നത്തെ ഒരു ഫോട്ടോ ഇല്ല. അതുമാത്രമല്ല ഇല്ലാത്ത, അന്നത്തെ ഒരു ഫോട്ടോ ഇല്ല. അന്നത്തെ റീലാണ് പോയി. അന്ന് ഇതിന് ഇങ്ങനെ കൊണ്ടുനടത്തുന്ന പൈസയുടെ പോയി. മുന്നിലൊന്നും ഇങ്ങനെ നോക്കി. എന്ത് ഇവര് നിസ്കാരം കൊണ്ടല്ല അറിയപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ഹക്കുകൊണ്ടാണ്. ഹക്കില്ലാത്തൊരു പണിയെടുക്കൂല. അതാണ് ഈ വരി എന്ന് പറഞ്ഞാൽ ഒരു 100 കൊല്ലം പറഞ്ഞാൽ തീരൂല. ഹക്കിൻ്റെ മിസാലായാലേ ദീനുണ്ടാവുള്ളൂ. നിസ്കാരം കൊണ്ട് ദീനുണ്ടാവില്ല. ദീനുള്ളവർ നിസ്കരിക്കും എന്നേ ഉള്ളൂ. ദീനുള്ളവർ ഒമ്പൊളിക്കും. ദീനുള്ളവരും ദീനില്ലാത്തവരും നിസ്കരിക്കും. ദീനില്ലാത്തവരും ഒമ്പൊളിക്കും. ദീനുള്ളവരും സദഖ കൊടുക്കും. ദീനില്ലാത്തവർ പള്ളാർച്ചും കൊടുക്കും. ദീനുള്ളവർ ഒരു ഹജ്ജിന് പോവും, ദീനില്ലാത്തൊരു പള്ളാർച്ച ഹജ്ജിന് പോവും. ദീനുള്ളവർ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടിയാലും ഉംറക്കും, ദീനില്ലാത്തവർക്ക് അവിടെ നിന്ന് പോരാൻ പോകുന്നുണ്ടാവില്ല. ദീനുള്ള ഒരു തല കിട്ടും. മുഴിഞ്ഞാലും മുഴിഞ്ഞില്ലെങ്കിലും നോക്കിക്കോളന്നില്ല, നല്ല തല കിട്ടും, മോശമല്ല. അതേസമയത്ത് ദീനില്ലാത്തൊരു പള്ളർച്ചയിൽ കിട്ടും. ഇപ്പൊ തലയിൽ കെട്ടിയ സാധനം കിട്ടാണ്ട്, മനസ്സിലായില്ല. എവിടെയെങ്കിലും ഒരു എന്തുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്
അവർ കയമൊയ അങ്ങനെ ഉണ്ടാവും. ഒരു കയമൊയ ഉണ്ടായാലും മോശമല്ലേ എന്ന് വിചാരിച്ച് പോട്ടത്തിലൊക്കെ ശരിക്കും വടിവത്ത തലയെക്കെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അച്ചടിച്ച തലയെക്കെട്ട് ഇപ്പോൾ കിട്ടാണ്ട്. ഞാൻ ഈ തലയെക്കെട്ട് കിട്ടുന്ന ഒരാളോട് ചോദിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ വൃത്തിയാക്കൽ? അപ്പോൾ പറഞ്ഞു, ഇത് രാത്രി കിടക്കുമ്പോൾ സോപ്പിലിട്ട് വെക്കും, എന്നിട്ട് നേരം വെളുത്തിട്ട് അതിൽ കുറച്ച് വെള്ളമാക്കി അതൊന്ന് കുടഞ്ഞാണ്ട് അതേമാതിരി തന്നെ കോലുമ കുത്തിവെക്കും. അപ്പോഴത്തിന് വേറൊരു തലക്കെട്ട് എടുക്കും. കാരണം ഇത് കഴിച്ചാൽ പിന്നെ കെട്ടാൻ കഴിയൂല. ഇത് കഴിച്ച് അങ്ങനെ കെട്ടിയിട്ടാണിത് മറ്റേ സൂറത്തുനിന്ന് വരുന്നത്. മനസ്സിലായില്ല? സൂറത്തുനിന്ന് തലക്കെട്ട് അങ്ങനെ വാർത്ത് വരികയാണ്. കാരണം കയമൊയ ഉണ്ടാകാൻ പാടില്ല. കാരണം കയമൊയ പറ്റിയാൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അങ്ങനെയൊക്കെയാണല്ലേ പറയാ. പേഴ്സണാലിറ്റി പറയടാ അതെനക്ക് പറയാലോ, അതിന് മുഖാരി വന്നിട്ടുണ്ടല്ലോ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അതൊക്കെയാണല്ലോ എനിക്ക് വേണ്ടത്. നമ്മുടെ കുറച്ച് മനുഷ്യന്മാരുണ്ടായിരുന്നു, അവർക്ക് ഡെവലപ്മെന്റ് ഒന്നും വേണ്ട, അല്ലാതെ വല്ലതും കിട്ടിയാൽ മതി. ഒരു കെട്ടൊക്കെ കയമൊയേ. അപ്പൊ എല്ലാം ഒന്ന് കിട്ടും, ദീന് കിട്ടൂല. കാരണം ദീനുണ്ടാകണമെങ്കിൽ എന്തുണ്ടാവണം? എന്തേ ദീനുണ്ടാകി എന്തുണ്ടാവണം? എന്തേ ദീനുണ്ടാകണം എന്തുണ്ടാവണം? പറയും. പറടാ ചങ്ങായി, ദീനുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഹക്കുണ്ടാണെങ്കിലോ ചാകണം. ചാകണടാ. എപ്പോ? എന്നും ചാകണം, എന്നാലേ ദീനുണ്ടാവുള്ളൂ. എടാ, ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട കാര്യമാണോ? അല്ലേ? ഒരു മനുഷ്യനെ കൊല്ലുക എന്നത് നിസ്സാരാണോ? അല്ലേ? അതാദ്യം പറയങ്ങായി. ഒരു കൊല്ലൽ നിസ്സാരപ്പെട്ട കാര്യമാണോ? ഒരിക്കലുമല്ല. എത്രാമത്തെ നമ്പറാ? ഇഞ്ചിപ്പകം പിടിച്ച് നടക്കണ്ട. എത്ര? أو لا تستغفر لهم إن تستغفر لهم 70 مرة فلن يغفر الله لهم. സൂറത്ത് തൗബ 80-ാമത്തെ ആയത്ത് നോക്കിക്കാണി. പോയിക്കോളി മോനെ, ഇങ്ങോട്ട് നോക്ക്. എന്താ പറഞ്ഞത്? എന്താ ലാസ്റ്റ് പറഞ്ഞത്? പറഞ്ഞാളി. ഇത് മതി, നിർത്തിക്കാളി. ഇന്നത്തെ ക്ലാസ് എത്ര മതി? നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ് എടുക്കുന്നിട്ട് നിങ്ങൾ വരണ്ടാണ്. ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. സൗകര്യമുള്ളവർ വന്നാൽ മതി. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി. എന്താ ഇപ്പം ഞാൻ പറഞ്ഞത്? എന്തോ ഒരു ചോദ്യം ചോദിച്ചില്ലേ? ഇപ്പം ലാസ്റ്റ് ഒരു മനുഷ്യനെ കൊല്ലൽ നിസ്സാരപ്പെട്ട കാര്യമാണോ? ആണോ? ഈ ദുനിയാവുന്ന ഒരാളാണ് പോകുക, ഒരാൾ കൊല്ലുക, ഒരാൾ മരിച്ചു പോകൽ. ആ ത്യാഗം ചെറുതാണോ? ഒരാള് ഹക്കിന് വേണ്ടി, ബാത്തിലിന്റെ ആള് ഹക്കിന്റെ ആളെ കൊന്നു. അപ്പോൾ ഹക്കിന്റെ ആള് മരിച്ചു, ബാത്തിലിന്റെ ആള് കൊല്ലാണ്. ആരെ? പറയട വന്നിട്ട് ബാത്തിലിന്റെ ആള് കൊല്ല. ആരെ? ഹക്കിന്റെ ആള്. അപ്പോൾ ഹക്കിന്റെ ആള് അതിന് വിധേയപ്പെട്ടു. എന്നാലും എന്തിന് വിധേയപ്പെടൂല? ബാത്തിലിന് വിധേയപ്പെടൂല. ഹക്കിന്റെ ആള് മരിച്ചു. ഇതൊരു നിസ്സാരപ്പെട്ട കാര്യമാണോ? അല്ല. ചെറിയ കാര്യമാണോ? ഭയങ്കര കാര്യല്ലേ? മനസ്സിലാവേണ്ട പറ. ചെറുതല്ലല്ലോ, ഭയങ്കരല്ലേ? മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ പറഞ്ഞില്ലേ? എന്ത് പറഞ്ഞു? ഫകഅന്നമാ ഖതലൻ, ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഈ ഭൂലോകത്തെ മുഴുവനും മനുഷ്യരെ കൊല്ലുന്നതിന് സമമല്ലേ ഒരാളെ കൊല്ലൽ? ഇങ്ങോട്ട് നോക്കടോ, തല എന്നെ നോക്കടോ. എന്താണടാ അവിടെ ഒരുത്തൻ ഇരിക്കണ്? എന്ത് വിചാരിച്ചൊക്കെ ഇരിക്കണ്? എന്ത് ഗൗരവമുള്ള വിഷയം, എന്ത് നോക്കിയാടാ ഇരിക്കണത്? ഈ ദീൻ കൊണ്ട് വിറ്റിട്ട് എന്താ കാര്യം? പഠിച്ചില്ലെങ്കിൽ ദീൻ കൊണ്ടേ വിൽക്കൂലേ? ഒരു മനുഷ്യനെ കൊല്ലാന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ എല്ലാരും കൊല്ലുന്നതിന് സമമാണ്. ഖുർആനില്ലേ? ഉണ്ടോ? അല്ലേ? ഇതാരെ കൊല്ലണേ? ഹക്കിന്റെ ആളെ കൊല്ലുക. എന്നിട്ട് ഒരാളും മരിച്ച് ഷഹീദാകുക. എന്തിനു വേണ്ടി? സാധാരണ ഹക്കിന് വേണ്ടി അല്ല കൊന്നതെങ്കിൽ പോലും ഈ ലോകത്തെ എല്ലാ മനുഷ്യരെയും കൊല്ലുന്നതിന് സമം ആണോ? അല്ലേ? ഹക്കിന് വേണ്ടി എന്നല്ലേ സാധാരണ കൊലപാതകം നടത്തുന്നത് പോലും ഈ ലോകത്തെ മുഴുവനും മനുഷ്യരെ കൊല്ലുന്നതിന് സമമാണ്. അപ്പോൾ പിന്നെ ഹക്കിന് വേണ്ടി ഒരാളെ കൊല്ലുകയാണെങ്കിലോ, ഒരാൾ ഹക്കിന് വേണ്ടി ചോര വാർത്തി മരിക്കുകയാണെങ്കിലോ
അതിന്റെ വില എത്ര? എന്നിട്ട് അയാളെ മൂന്നാമത്തെ സ്ഥാനത്തേക്ക് തട്ടിയില്ലേ പടച്ചോന്? ജല്ലല്ലോ, പടച്ചോൻ തട്ടിയില്ലേ? എന്നിട്ട് അയാൾക്ക് എത്ര സ്ഥാനമേ ഉള്ളൂ? എത്രാമത്തെ സ്ഥാനം അയാൾക്കുള്ളൂ? 3-ാം സ്ഥാനം. എന്തേ ഇയാളല്ലേ 1-ാം സ്ഥാനത്ത് നോക്കണ്ടത്? 1-ന് 2-ന് 3 അയാൾക്കുള്ളത്. അയാളെ സ്ഥാനം എത്രയാ? ഇത് ആർക്കെങ്കിലും എഡിറ്റ് ചെയ്യാതെ പറ്റിയതാണോ? ഇത് എഡിറ്റ് ചെയ്യാതെ വന്നതാണോ? ഇത് ആര് പറഞ്ഞ വാക്കാ? പറ മിനൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാ. ഇയാളെ സ്ഥാനം എത്രാമത്താണ്? എന്തുകൊണ്ട്? ഇതൊരു ആൺകുട്ടിയാണ് പറഞ്ഞ. ഇപ്പൊ ഞാൻ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യാം. ഉത്തരം ആ പറഞ്ഞ കുട്ടി പറഞ്ഞാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ആ ഉത്തരം. ഷഹീദ് ഹക്കിന് വേണ്ടി മരിച്ചത് ഒരു വട്ടാണ്. നബി ഹക്കിന് വേണ്ടി മരിച്ചത് ഓരോ സെക്കൻഡിലുമാണ്. സിദ്ദീഖ് ഹക്കിന് വേണ്ടി മരിച്ചത് ഓരോ സെക്കൻഡിലുമാണ്. ഷഹീദ് ഹക്കിന് വേണ്ടി മരിച്ചത് ഒരു വട്ടാണ്. ആണ് കാരണം. ഹക്ക് എന്ന് പറഞ്ഞത് ഓരോ സെക്കൻഡിലും മരിച്ചാലേ ഹക്ക് സ്ഥാപിക്കപ്പെടുള്ളൂ. ഇതെൻ്റെ വീട്ടിൽ ഹക്കുള്ളവനാണെങ്കിൽ ആ വീട്ടിൽ ആർക്കും നഷ്ടം ഉണ്ടാവില്ല. എൻ്റെ ലൊക്കാലിറ്റിയിൽ ഹക്കുള്ളവനാണെങ്കിൽ പരിസരത്തൊരു വീട്ടിലും ശരിക്കും നഷ്ടം ഉണ്ടാവില്ല. ഇതൊരു മൈലിൽ ഹക്കുള്ളവനാണെങ്കിൽ ആ മൈലിൽ ഒരാൾക്ക് തന്നെ ഇഷ്ടം ഉണ്ടാവില്ല. നീ ഹക്കുള്ള ഭർത്താവാണെങ്കിൽ ഭാര്യക്ക് നഷ്ടം ഉണ്ടാവില്ല. നീ ഹക്കുള്ള ഭാര്യയാണെങ്കിൽ ഭർത്താവിന് നഷ്ടം ഉണ്ടാവില്ല. നീ ഹക്കുള്ള വാപ്പയാണെങ്കിൽ മക്കൾക്ക് നഷ്ടം ഉണ്ടാവില്ല. നീ ഹക്കുള്ള മോനാണെങ്കിൽ വാപ്പാക്കും മക്കും നഷ്ടം ഉണ്ടാവില്ല. ഓരോ സെക്കൻഡിലും അവരിൽ നിന്ന് നീ കഴുത്തിന് കത്തി അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഷഹീദ് ഹക്കിന് വേണ്ടി മരിച്ചത് ഒന്നുമല്ല, ഒരു വട്ട ഒന്നുമല്ല. എന്ത് അതൊരു അപ്പൊന്ന് തെർമോമീറ്റർ ചൂടായാലും മതി ഹക്കിന് വേണ്ടി മരിക്കാൻ. ഏതായാലും കാലം വരെ കുതിര വിട്ട് പൊലിയാടി തമ്മാടിത്തരം ചെയ്ത് നടന്നില്ലേ. എനിക്ക് അള്ളാഹ്ക്ക് വേണ്ടി ഇത് മരിക്കണ്ടെന്ന് വിചാരിച്ചാൽ ഇന്നലെ വരെ പൊലിയാടിയോനാണ്, ഇന്നലെ വരെ കട്ടോനാണ്, ഇന്നലെ വരെ കുതിര വിട്ടവനാണ്, ഇന്നലെ വരെ നാട്ടിൽ ഫിത്തന ഉണ്ടാക്കിയവനാണ്, ഇന്നലെ വരെ 10,000-കണക്കിനായ ജോലി കളഞ്ഞവനാണ്, ഇന്നലെ വരെ ആയിരക്കണക്കായ ആളുകൾ മരിക്കാൻ കാരണക്കാരനായവനാണ്. ഒരു ദിവസം തെർമോമീറ്ററിന് ചൂടായി, ഇനി ഇതിനക്ക് നന്നായി. ഓനും ആരാകാം? നബിയാകാൻ പറ്റൂല, ഷഹീദാകാം. 3-ാം സ്ഥാനമേ ഉള്ളൂ. അതിന് ഇസ്ലാമെ അത്ര വില വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്കാ വലിയ കാര്യം. ഇപ്പം അത് വലിയ കാര്യമാണ്, ഷഹീദാകണം. എല്ലാവർക്കും ഷഹീദാകണം. ഞാൻ ഒമാനിക്കല്ല, എവിടുക്ക യമനക്ക് പോവുക, ഷഹീദാകണം. എൻ്റെ ജാമൂസെ ജഗതര പൽപ്പുണ്ടല്ലോ, അതൊക്കെ 3-ാം നമ്പർ കാര്യയുടെ ചങ്ങായി ഷഹീദാകണം. ഞാൻ പലസ്തീനക്ക്, ഗസയിലേക്ക്, ഹമാസ്ക്ക് ഷഹീദാകാൻ പോകും. അതൊന്നൊരു കുന്തല്ലേ ചങ്ങായി, ഇന്നത്തെ ഷഹീദാകല് അതൊക്കെ ഒരു സെക്കൻഡിൽ നടക്കുന്ന കാര്യമാണ്. സിദ്ദീഖിൽ നടക്കൂല. സിദ്ദീഖാണെങ്കിൽ എന്നെ ലോകം മുഴുവൻ വെറുക്കും, അന്ന് വെറുക്കും. പിന്നെ ഉണ്ടോ ഒന്ന് സിദ്ദീഖാവില്ല, ജിണ്ണിമാനാവും. പറ്റിയ മൂല്യര ഒരു കുഴപ്പമില്ല. എല്ലാ മൂല്യന്മാരും പറയും നല്ലോനാ. ഏതെങ്കിലും നാട്ടിൽ ദ്വാ ഉണ്ടെങ്കിൽ അന്നെ വിളിക്കുള്ളൂ. മൂപ്പര് തൊള്ളിയിൽ വിരലിട്ടാൽ കടിക്കൂല. ഞാൻ അറിയുന്ന നാട്ടിൽ ഒരു ഉണ്ണിമാ മൂല്യരുണ്ടായിന്. മൂപ്പര് മരിക്കണതിന് മുമ്പ് തന്നെ ആ പള്ളി വഹാബികൾ പിടിച്ചിറക്കി. കാരണം ഈ കള്ളക്കാക്ക ഉണ്ണിമാനായിരുന്നു. അയാൾ വഹാബി വിളിച്ചാലും പോവും, സുന്നി വിളിച്ചാലും പോവും. ഓൻ്റെ പെരക്ക് ഉദ്ഘാടനത്തിനും ഉദ്ഘാടനത്തിനും. അപ്പം ജനങ്ങൾ എന്ത് മനസ്സിലാക്കി? ഇതിലൊന്നും വലിയ കാര്യമല്ല. ഞാൻ ആ നാട്ടിൽ വഹാബികൾക്ക് മറുപടി അറിയാൻ വേണ്ടി പോയി 20 കൊല്ലം മുമ്പ്. അപ്പോൾ അവിടുത്തെ കുറച്ച് ആളുകൾ എന്നോട് വന്ന് പറഞ്ഞു, ഇതിനൊന്നും മെനക്കെടേണ്ട ഉസ്താദേ, നമ്മളെല്ലാവർക്കും ജീവിച്ചാൽ പോരെ, ഞങ്ങളവിടെ ഒരു മൂല്യരുണ്ടായിരുന്നു. ആ മൂല്യയിലുള്ള കാലത്ത് ഒരു അഭിപ്രായക്കടവും ഈ നാട്ടിൽ ഇല്ല, ഉണ്ടാവില്ലല്ലോ. വഹാബിക്ക് വഹാബിൻ്റെ കാര്യം നടത്താം. ഈ കള്ളക്കാക്ക അവിടുന്ന് പെരകയറ്റി മക്കളെ കെട്ടിച്ചു, അവിടുത്തെ ദീനും കളഞ്ഞു. ഈ കള്ളക്കാക്ക ജീവൻ പോയിട്ട് കുറേ കാലമായി, എന്നാലും കള്ളക്കാക്കാന്നാണ് ഞാൻ പറയണത്. അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ. എനിക്ക് പുറത്തിരിക്കും വിരോധമൊന്നുമില്ല, പക്ഷെ നാട് നശിപ്പിച്ചു.
കാരണം ഇയാൾ ആരായിരുന്നു? പറയണങ്ങായി പേര് പറഞ്ഞല്ലേ ഞാൻ. ഇയാളാരാ? എണ്ണിമാൻ എന്ന് പറയങ്ങായി. ഓരോരുത്തർക്കും ഒപ്പിച്ച് നടക്കണതിനാണ് എന്ത് പറയാ? എണ്ണിമാന്. അതേ സമയത്ത് 30 കൊല്ലം അവിടെ ജോലി ചെയ്തു. അതേ സമയത്തല്ല, ഹക്കിൻ്റെ ആളാണെങ്കിൽ 6 മാസം പൂർത്തിയാക്കൂല. 6 മാസം പൂർത്തിയാക്കൂല. കൂത്തിത്തിരിപ്പുണ്ടാക്കി പുറത്താക്കും. ആരാണോ കമ്മിറ്റി ഒലനോർത്താക്കും. 180 ചില്ലാനും കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് നിന്ന് കുതിരവണ്ടിയിലും കഴുതയും ഒട്ടകവും സംഘടിപ്പിച്ച് പിന്നാലെ കൂടി കൊണ്ടുവന്നതാണ് അബൂ അബ്ദില്ലാഹ് മുഹമ്മദ് ഇസ്മായിൽ ബുഖാരിയെ. ചില്ലറ മാസം കഴിഞ്ഞു. പിന്നെ പുറത്താക്കിയപ്പോൾ പുറത്ത് കയറ്റാൻ ഒരാളില്ല. എന്ത് പറഞ്ഞോ പഠിക്കട താരീഖ്. എന്ത് പറഞ്ഞേ ഇമാം ബുഖാരിന്റെ വഫാത്ത് എന്നാ നോക്കണം മാഷ്. ഉത്തമ നൂറ്റാണ്ടുകാരവരൊക്കെ എന്നപ്പോൾ പറഞ്ഞ് എൻ്റെ വർത്താനപ്പം ഞാൻ പറഞ്ഞ് എവിടുന്ന് 180 ചില്ലാനം കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ആമോദമായി ആനയിച്ച് കൊണ്ടുപോയതാണ് ആരെ? ദർസ് നടത്താൻ നെയ്സബൂറിലേക്ക് ദർസ് നടത്താൻ ആരെ? ഇമാം ബുഖാരിയെ. ദർസ് നടത്താനുണ്ട്. വഴിവക്കിൽ മുഴുവനും തോരണങ്ങൾ തൂക്കി ജനങ്ങൾ. കാരണം ബുഖാരി ഇമാമിനെ കിട്ടല്ലേ. ചില്ലറ കാലം കഴിഞ്ഞു പുറത്താക്കി നാട്ടുകാർ. ആര് പുറത്താക്കി? മുസ്ലിമീങ്ങൾ. അപ്പോൾ ആ ഒട്ടകപ്പുറത്തേക്കൊന്ന് പോകുമ്പോൾ 4 ആളൊന്ന് ഒപ്പം പോയി കൊടുക്കുക. അതിന്റെ ഹിജറ എത്ര? 8:1 10. അപ്പൊ AD 810 എന്ന് പറഞ്ഞാൽ 610 നുബുവത്ത്. അപ്പൊ ഉത്തമ നൂറ്റാണ്ട്. 200 കൊല്ലത്തിൽ ഹബീബ റസൂലുള്ളാഹിന്റെ നുബുവത്തിന്റെ 200-ാമത്തെ കൊല്ലം അംഗീരസി കണക്കിൽ. ഹിജറ 856 ഇമാം ബുഖാരി തങ്ങൾ എഴുതിച്ചാളി. അപ്പൊ സുമ്മല്ലദീന യലൂനഹും എന്ന അതിൽപ്പെട്ട ആളല്ലേ? ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ആളാണല്ലോ ആര്? പറയട ഇമാം ബുഖാരി. അപ്പൊ ഉത്തമ നൂറ്റാണ്ടുകാരായ മാപ്പിളാരല്ലേ ആ കാലത്ത് ഉണ്ടാകുക? നമ്മളെപ്പോലത്തെ കുത്തിത്തിരിപ്പേരുണ്ടാകുക. നിങ്ങൾ ഇന്ന് പോയിട്ട് അടുത്ത ക്ലാസ്സിൽ വരി, അന്ന് വർത്താനം പറയാം. എവിടുന്നടാ എൻ്റെ തലക്കെട്ടിൽ? ഞാൻ വഞ്ചിതനാവൂല. തങ്ങളായാലും മൂല്യം വേണ്ടില്ല. ഹക്കുണ്ടെങ്കിലേ ദീനുണ്ടാവുള്ളൂ. നാട്ടുകാരായി മുത്തും. ദീനല്ല. അതൊന്നും ദീനിന് ഉദാഹരണമല്ല. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലായോ? ആരും പിടിച്ച് മുത്തണ്ട നീ പറഞ്ഞ മൈനിയില്ല. അതിലും ഞാൻ വഞ്ചിതനാവൂല എന്ന് പറഞ്ഞത് ഒന്നും ദീനല്ല. എന്നത്തെ മാപ്പിളാരാടാ പുറത്താക്കി? പറയടാ. ഹിജറ 300-ന്റെ മുമ്പ് എന്ന് വഹാബികൾ വരെ പറയില്ലേ? 300-ന്റെ മുമ്പാണ്, 100-ന്റെ മുമ്പാണ്, ഉത്തമ നൂറ്റാണ്ടിലാണ്. ആ 256-ലല്ലേ വഫാത്ത്? ചിന്തിച്ചോ? അന്നത്തെ മുസ്ലിമീങ്ങൾ പുറത്താക്കി. ആരെ? ഇമാം ബുഖാരിയെ പുറത്താക്കി. എന്നത്തെ മാപ്പിളാര്? പറയടാ. ഉത്തമ നൂറ്റാണ്ടേരെ മാപ്പിളാര് പുറത്താക്കി. ഇൽമിന് വല്ല കമ്മിയുണ്ടോ? ഇൽമിന് എന്നിട്ട് ആ സ്ഥാനത്ത് ഒരു എണ്ണിമാനെ വെച്ചു. എണ്ണിമാനോൽക്ക് പറ്റിയ ആളായി. അപ്പോൾ എണ്ണിമാനെ പിടിച്ച് നിർത്തി. 256-ലല്ലേ വഫാത്ത്? അല്ലേ? ഇത് നോക്കിയോ? എന്നാ ജന്നം നോക്കാം. ജന്നൊന്നും കൂടി നോക്ക്. ആ എഴുതി വെച്ചോട്ടെ കുട്ടികൾ. ശവ്വാല് 1-ന്റെ രാത്രി വഫാത്താണ്. 1-ന്റെ രാത്രി വഫാത്ത്. പെരുന്നാൾ രാത്രി വഫാത്താണ്. ഹിജറ 196, 196, 194. ഏരിയക്ക് എന്തിനാ കുന്തം പോലെ വരുന്നത് രാവിലെ ക്ലാസ്സിലേക്ക്? ഹിജറ 194, 194. ഹിജറ 194-ൽ ജനിച്ചു. 256-ൽ വഫാത്തായി. അപ്പോൾ ഈ ആദ്യത്തെ 3 നൂറ്റാണ്ടുകാർ പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ കനക കെട്ടാളല്ലേ? അക്കാലത്തെ മുസ്ലിമീങ്ങൾ പുറത്താക്കിയ ആര്? ഇമാം ബുഖാരി തങ്ങളെ. പോയിക്കോൾ. എന്നിട്ടൊന്നും നടന്നു കൊടുക്കണ്ടേ? സാരല്ലട്ടോ എന്ന് പറയാൻ ഒരാളുണ്ടായില്ല. ആരേ? ബുഖാരിയെ. മൻ മിസ്ലുഹു ബഅദഹു, മൻ മിസ്ലുഹു ബഅദഹു. ആരാ പിന്നെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു?
ഷഹീദായിട്ട് മരിച്ചതുമല്ല. പക്ഷെ അവർക്കൊക്കെ ഷഹീദ് ഇങ്ങനെ നോക്കിയാലേ അല്ലാഹു തആല ആ മനുഷ്യന് കൊടുക്കുന്ന ദറജയുടെ ഇരിപ്പിടം ഷഹീദിന് ഇങ്ങനെ നോക്കിയാൽ കാണൂല. എന്തേ ആ മനുഷ്യൻ മരിക്കാത്തൊരു സെക്കൻഡ് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം കയ്യിൽ എന്തുണ്ട്? പറ. ഹക്കുണ്ട്. ഹക്ക് പോലെ വേദനയുള്ള സംഗതിയില്ല. ഹക്കിലാവരും എന്നെ സ്വീകരിക്കൂല, ഹക്കൽ എന്നെ തിരസ്കരിക്കുള്ളൂ. ജിണ്ണിമാനാണെങ്കിൽ എല്ലാവർക്കും ഇത് പറ്റിയ ആളായിരിക്കും. ജിണ്ണിമാനാണെങ്കിൽ അവർക്ക് പറ്റിയ ആളാ. നമ്മളെ ആളാ മുപ്പത്, നമ്മളെ ആളാ. ഓ, സ്വന്തം ആളാ തന്നെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവസാനിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞാൽ തീരൂല. അവസാനിപ്പിക്കണം. അത്ര പറയാനുള്ള ശക്തി എന്ന് എനിക്കുള്ളൂ. വർത്താനം പറയേണ്ട ആവശ്യമില്ല. ഞാൻ മരിക്കുന്ന മുമ്പ് കിതാബ് തീരണം എന്നുള്ള ബോധി എനിക്കില്ല. ഒരു ദിവസങ്ങളെ തലേക്ക് എൻ്റെ തലേക്ക് ഇത് കയറുന്നേ ഉള്ളൂ. ദീന് പറഞ്ഞാലടാ എൻ്റെ കുമ്പിട്ട് കിടക്കലല്ല, അത് ഒട്ടകത്തിൻ്റെ പണിയാണ്. ഒട്ടകം കിടക്കണ മാതിരി ഇങ്ങനെ കിടക്കലല്ലടാ ദീന്. അതേത് ആമുക്കിനും കഴിയും. ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ 22 ലക്ഷം ഉറുപ്പ്യ പള്ളിൻ്റെ ഖജനാവെന്ന് കട്ട ഒരാൾ ജനറൽ ബോഡിയിൽ കരിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നെപ്പറ്റിയാണല്ലോ നിങ്ങളിത് പറയണത്. ഞാനൊരു ദിവസം 40 റക്അത്താണ് തഹജ്ജുദ് നിസ്കരിക്കൽ. അപ്പൊ കുണ്ടന്മാരെന്ന് പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കണ്ട, നിങ്ങളെ പൈസ കൊടുത്താൽ മതി. തഹജ്ജുദ് എന്ന് കേട്ടപ്പോൾ മുന്നിലുള്ളവരൊക്കെ പേടിച്ചു പോയി. 40 റക്അത്താണ് മൂപ്പര് ഒരു ദിവസം എന്ത് ചെയ്യണത്? തഹജ്ജുദ് നിസ്കരിക്കണം. അപ്പൊ ബാക്കത്തെ കുണ്ടന്മാർക്ക് അന്തല്ലല്ലോ. ഓലെന്ത് പറഞ്ഞു? നിങ്ങൾ കാക്കേ തഹജ്ജുദ് ഒന്നും നിസ്കരിക്കണ്ട, പൈസ കൊടുത്താലേ. അത് കൊടുക്കൂല, അത് കൊടുക്കൂല, അത് കൊടുക്കൂല, ഒന്നും കൊടുത്തിട്ടില്ല. എൻ്റെ അത് പണിയാണ്. 80 റക്അത്ത് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടില്ല ഉണ്ടോ? പറയടാ ചങ്ങായി. അനക്ക് ഔലിയാകണമെങ്കിൽ വേഗം തഹജ്ജുദ് നിസ്കരിച്ചോ. പാത്തുമ്മാൻ്റെയും ആമിനാൻ്റെയും സക്കീനാൻ്റെയും ഇടയിൽ എനിക്ക് മുത്തനാളാകാം. ഓലെന്നെ പിടിച്ച് മുത്താത്തത് ബാക്കിയോ മിക്കവാറും ഓലെന്നെ അടുത്ത് മുത്തൽ തുടങ്ങും. അതിനൊരു വജുണ്ടാവും. ഇൻഷാ അല്ലാഹ് 21-ാം നൂറ്റാണ്ടിൽ മൂല്യന്മാരി ഔലിയാക്കന്മാരി പെണ്ണുങ്ങൾ മുത്തും. ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. വല്ലാതെ വിളിച്ചത് തന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി വിളിച്ചത് മുത്തും, ആകെ മുത്തും. മുത്തലും നാറ്റലുമല്ല ദീന്. ദീന് എന്നാൽ ഹക്കാണ്, അമാനത്താണ്, അമീനാകലാണ്. പണിയാണ്, ഭയങ്കര പണിയാണ്. അത്ര പണി പറയില്ല. അതുകൊണ്ടാണ് 3ാം കാറ്റഗറിയിലേക്ക് തട്ടി. ആര്? ഷഹീദിനെ 3ാം കാറ്റഗറിയാണ്. സത്യത്തിൽ പ്രത്യക്ഷത്തിൽ കാണുകയാണെങ്കിൽ നബി സ്വന്തം പെരയിൽ നല്ല നിലക്ക് പായി കിടന്ന് മരിച്ചു. ഇബ്രാഹിം ബനീഹി വയഅഖൂബ് യാ ബനി ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന് പറയുമ്പോൾ യാക്കൂബ് പായി തലക്കലാണ്. നല്ല ആൾക്കാണ് മരിച്ചു. എന്നിട്ടും ഷഹീദിനാണ് എന്ത് സ്ഥാനം? അമ്പിയാക്കളിൽ 99% പായി കിടന്നാ മരിച്ചേ. ഔലിയാക്കളും 90% പായി കിടന്നെ മരിച്ചേ. മനസ്സിലാണ്ട് പറഞ്ഞത്. എന്നിട്ടും ഷഹീദിൻ്റെ സ്ഥാനം 3ാം സ്ഥാനം ആർക്കുള്ളൂ? ഷഹീദ്. അത് തെർമോമീറ്ററിൽ പെട്ടെന്ന് ചൂടായാൽ നടക്കുന്ന കാര്യമാണ്. മറ്റേത് നടക്കൂല, മറ്റേത് നടക്കൂല. ജനറൽ ബോഡിൻ്റെ ആയാൽ കാര്യം പറയുന്ന ഒരുത്തൻ, ഒരു കാര്യം പറയുന്ന ഒരുത്തൻ. ഇപ്പോൾ ഈ ആഴ്ച ഞാൻ കേട്ടൊരു കാര്യം പറയണത്, ജനറൽ ബോഡിൻ്റെ ആയ കാര്യം പറയണ ഒരുത്തനുണ്ട്. ഓൻ ജനറൽ ബോഡിൻ്റെ ആയ കമ്മിറ്റിക്കാർക്ക് ഓനെ പേടിയാണ്, കാര്യം ചോദിക്കും, അങ്ങനത്തെ ഒരുത്തൻ. അപ്പോൾ ഈ പ്രാവശ്യം ഇപ്പം എന്ത് ചെയ്തെന്ന് വെച്ചെങ്കിൽ ഇവൻ്റെ പരിസരത്തിൽ നിസ്കാരപ്പള്ളിയുണ്ട്. അപ്പോൾ കമ്മിറ്റി കൂടി തീരുമാനിച്ചു എന്ത്, ഇവിടെ പിടിച്ചു മായ തുടങ്ങുക. തിരിഞ്ഞില്ല. പള്ളി വിപുലീകരിക്കുക. ഇവൻ്റെ പരിസരത്തെ നിസ്കാരപ്പള്ളിയാണ് വിപുലീകരിക്കുക. എന്നിട്ട് അത് നമുക്ക് വേറൊരു മഹല്ലാക്കിയാണ് തിരിക്കുക. തിരിഞ്ഞില്ല, തിരിഞ്ഞില്ല, തിരിഞ്ഞില്ല. അപ്പോൾ എന്നോട് ഈ ആഴ്ച എന്നോട് പറഞ്ഞു, പള്ളിനെ സ്നേഹിച്ചിട്ടൊന്നല്ല ഉസ്താദേ, എന്നെ മാറ്റിയാണ്.
ഞാൻ മാറ്റാണ്. കാരണം ഞാൻ അവിടുന്ന് പോയാൽ പിന്നെ കാര്യം പറയാൻ അവിടെ ആളില്ല. ഞാൻ ഓർത്താക്കുക. അപ്പം പറയുമ്പോൾ എന്താണേനോ നമുക്ക് അവസാന കാലല്ലേ, നമുക്ക് ഇവിടെ ഒരു ജുമാന് തുടങ്ങിയാൽ ഇവിടെയും കുറേ ആളുകൾ കൂടി ഓലൊക്കെ നന്നായാലോ. അപ്പോൾ ഞാൻ 50 ചാക്ക് സിമൻറ്റ് തരാമെന്ന് പ്രസിഡന്റ് സെക്രട്ടറി ഓലൊക്കെ 50 ചാക്ക് 25 ചാക്കും അവിടേക്കും ഗൾഫുക്കും വിളിച്ച് പറയലും തകൃതിയായി പള്ളിപ്പണി നടക്കുകയാണ്. ഞാൻ കണ്ടു പള്ളിപ്പണി നടക്കണത്. എന്താ പടം അങ്ങനെയൊക്കെ? ഇത് ഇനി ജുമാത്തുള്ളിയാക്കുക, എന്തേ ഇത് വേറൊരു മഹലാക്കിട്ടിരിക്കുക. കുഴപ്പമില്ല, എന്തുണ്ടാവില്ല അവിടെ, കുഴപ്പമുണ്ടാവില്ല. അവിടെ ഇനി ബാക്കിയൊക്കെ ആരാണ്? പറയടാ ഇടിമാൻ തന്നെ എന്നെ പുറത്താക്കും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെയാണ്, എന്നെ പുറത്താക്കും. ഹക്കിൻ്റെ മേൽ അല്ലാഹു തആല വലയ ചെയ്ത ആൺകുട്ടിയാണ് സയ്യിദുനാ സിദ്ദീഖ്. അങ്ങനെയാണ് ഹക്കിൻ്റെ മേലിൽ മരിച്ചതൊക്കെ. ഓരോ സെക്കൻഡിലും വിഷം നേരത്തെ തന്നെ കയറി, ആ വിഷം തന്നെയാണ് പിന്നെ അവസാനം. ഹക്കിൻ്റെ മേൽ വലയ ചെയ്ത ആൺകുട്ടിയാണ് സയ്യിദുനാ ഫാറൂഖ്, കുത്തിട്ടി മരിച്ച്. ഹക്കിൻ്റെ മേൽ വലയ ചെയ്ത ആൺകുട്ടിയാണ് സയ്യിദുനാ ഉസ്മാൻ, കൈത്തീർത്ത കൊണ്ടത്. ഹക്കിൻ്റെ മേൽ വലയ ചെയ്ത ആൺകുട്ടിയാണ് സയ്യിദുനാ അലി. നിസ്കരിക്കാൻ വേണ്ടി ജനങ്ങളെ വിളിക്കുമ്പോഴാണ് മുസ്ലിമീങ്ങൾ കൊല്ലുന്നത്. ഹിജ്റ 40 റമദാൻ 17 ബദരീങ്ങൾ ആണ്ടിന് പോത്തിനെല്ലാം ഇറക്കുന്നുണ്ട്. അലി ആരണ്ടർത്തു, മാപ്പിളാരർത്തു, മുസ്ലിമീങ്ങളർത്തു, അറുത്തണു. എന്താ കാരണം? എന്താ കാരണം? അലി ഉണ്ടാകുമ്പോൾ ബാത്തിലും കൊണ്ട് നടത്താൻ ഒരാൾക്ക് കഴിയൂല, ചോദ്യം ചെയ്യും. ആൺകുട്ടിയാണ്, നടക്കൂല. അപ്പോൾ ആ തലൻ മുറിച്ചിട്ടു. അടുത്ത ഹക്കിൻ്റെ ആളാണ് സയ്യിദുനാ ഹസൻ, വിഷം കൊടുത്ത കൊന്ന്. അടുത്ത ആൺകുട്ടിയാണ് സയ്യിദുനാ ഹുസൈൻ, തലയും ഉടലും രണ്ടാക്കി 2 മക്ബറയാ, ഒന്ന് കർബലയില, ഒന്ന് കൈറോയില. ഫഖതലഹു ഫഹസ്സു റഅസഹു യൗമൽ ജുമുഅ 10 മുഹറം എന്ന് വെള്ളിയാഴ്ച രാവിലെ. എന്താണ് ഏതാ ദിവസം? ഖലഖല്ലാഹു സമാവാത്ത്, ആകാശങ്ങളെയും സ്വർഗത്തെയും ഭൂമിയെയും അണ്ടകടാങ്ങളെയും എല്ലാം അല്ലാഹു പടച്ച ദിവസമാണ് എന്ന്. 10 മുഹറം എന്ന്, മുഹറം 10 ആശൂറാ അന്നാണ് അർത്ഥം. രണ്ട് മക്ക പറയാം. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരക്കുട്ടിക്ക് 2 മക്ക പറയാം. എന്തേ കാരണം? ഹക്കാണത്. അത് ഹക്കാണ്. ഹക്കിനെതിരായി ഒരാൾക്ക് മുണ്ട കഴിയുന്നു. വർത്താനം കൂടുതൽ പറയേണ്ടതില്ല. അതാണ് ഇബ്രാഹിം നിയാസിന് ബ്ലാങ്ക് ചെക്ക് കൊടുത്തു. ഫൈസൽ രാജാവ് ഒന്നും പറഞ്ഞില്ല, വാങ്ങി കയ്യിൽ പിടിച്ചു, പോക്കറ്റിലിട്ടില്ല. അങ്ങനെ വന്നു കഅബ തവാഫ് ചെയ്തു. അപ്പോഴും സാധനം കയ്യിലുണ്ട്. പിന്നെ ഒരു പീടിക കയറി. ആ കിതാബിന് എത്ര എഴുതിയെടുക്കാറുണ്ട്, എത്ര കോടി എഴുതിയെടുക്കാം. ആഫ്രിക്കയിൽ ദീനി പ്രവർത്തനം നടത്താനും നിങ്ങളെ കാര്യം നടത്താനും ഒക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതിയെടുക്കാം എന്ന് പറഞ്ഞ് ബ്ലാങ്ക് ചെക്ക്, രാജാവിൻ്റെ ചെക്ക് കൊടുത്തു. രാജാവ് വാങ്ങി ഹറമിൽ വന്നു, തവാഫ് ചെയ്തു. ഒരു പീടി കുത്തുബഖാനി കയറി, ഒരു മക്തബയെ കയറി. അപ്പോൾ അവിടെ കിതാബുകളുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു ചെറിയ കിതാബുണ്ട്. എത്രയാണ് ഇതിൻ്റെ വില? 5 റിയാൽ. ചെക്ക് കൊടുത്തു. 5 റിയാൽ എഴുതി ചെക്ക് കൊടുത്തു. എടുത്തു 5 റിയാലിന് കൊടുത്തു. 5000 കോടി എഴുതാ, ഡോളർ എഴുതാ. എന്തേ? ആ ആളാണ് എന്ത് പറഞ്ഞത്? തവയ്തു വസഹൽതു ത്വരീഖ ഇലൽ ഹഖ് എന്ന് പറഞ്ഞു. അവിടെ മനസ്സിലാക്കണ്ടേ? മനസ്സിലായോ പറഞ്ഞത്? ഞാൻ വലിയ ഭാഗ്യം എന്താ? പക്ഷെ അത് നിർഭാഗ്യമാണെന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കാൻ നമുക്കിന്ന് കഴിയണില്ല. അതെന്നെ പ്രശ്നം. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. اللهم أمرتنا بدعائك
وعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم. اللهم أنت منتهى رجاء الراجين وغاية ملاذ اللاجين، فإلى من تمد الأيادي وترجى منه الحوائج. إذا كان فضلك ممنوعا عن العاصين وقد أتينا بابك يا الله بثناء عبادك الصالحين الذين عملوا بالحق وللحق وللوصول للحق. اللهم اجعلنا منه. اللهم اجعلنا. اللهم آت أنفسنا تقواها وزكيها أنت خير من زكاها أنت وليها ومولاها يا ذا الجلال والإكرام، يا ذا الجلال والإكرام، يا ذا الجلال والإكرام.